ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവളെ എന്നെ ബ്ലൈൻഡ് ആക്കാം, എന്നിട്ട് സെറ്റ് ആക്കാം. ഞാൻ അതങ്ങ് ചെയ്യട്ടെ. ഞാൻ വെച്ചേക്കാം. അയ്യോ നീ വെക്കണ്ട, നിന്നെ എനിക്കറിയാം. ഇന്നലെ ചാലഞ്ച് നമ്മൾ കളത്തിലൊന്നും അല്ലേ വൺ സാധനം നിങ്ങൾ ഈ കാണുന്ന പോലെ എനിക്കൊന്നും കാണത്തില്ല. എങ്ങനെ എടുക്കുന്നത്? ആ ഇതിൽ കൂടെ കേട്ടോണ്ട് അത് ഞാനിപ്പോ സെറ്റാക്കി തരാം. നീ അന്ന് ഒന്നും അല്ല. ഒരു അസ്വസ്ഥത. ഇതിനുള്ളിൽ കോട്ടൺ വെക്കണം. ഇതിലൂടെ കാണാൻ ആണോ? വെക്കണം. പേപ്പർ കയറ്റി പേപ്പറല്ല, കോട്ടൺ ഉണ്ടായിരുന്നു. അല്ല, എനിക്കൊന്നും കാണത്തില്ല. എനിക്കൊന്നും കാണത്തില്ല. വ്യക്തം ഷെയ്ഡ് അടിക്കണമെന്നുള്ളൂ, കാണത്തൊന്നുമില്ല. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ. നീ തുറക്കാതിരുന്നാ മതി. കണ്ണ് തുറക്കരുത്, നീ അടച്ചു വെച്ചോണം. ആ ഇല്ല, നല്ല വെച്ചേക്കും. ഇത് അടച്ചിരിക്കുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ക്യാമറ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അതെ എനിക്ക് ഒന്നും കാണത്തില്ല, സത്യമായിട്ട് ഒന്നും കാണിക്കുന്നത്. ഏത് 10, 5, 1 അപ്പൊ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിത് ബ്ലൈൻഡ് ആയി. ഇനിയിപ്പോ ഞാൻ മേക്കപ്പ് ചെയ്യണം. ഇവളുടെ ഈ മുഖം ഞാൻ എന്ത് ചെയ്യാമെന്ന്. അയ്യോ പൊട്ടെടുത്തില്ലല്ലോ, പൊട്ട് തിന്നിട്ടുണ്ടോ? ഉള്ള നെറ്റി അത് മാറ്റി വെച്ചോ, ഞാൻ പൊട്ട് തൊട്ടോളാം. അപ്പോ ഇനി വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഇവളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ പോരായികൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. ഇത് കട്ട് ചെയ്യണോ? ഞാൻ ഈ തപ്പുന്നൊക്കെ പൊട്ട് മാറ്റിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും തുടങ്ങാൻ പോവാ അവളുടെ മേക്കപ്പ് ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. കണ്ണു വന്നു ഒന്നിനൊന്നും മതി. ഫസ്റ്റ് തന്നെ ഞാനിതൊരു ക്രീം എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ഇനി റീൽസിൽ എന്തെങ്കിലും എന്റെ മുഖത്തിന് എന്തെങ്കിലും വികൃതം വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടവര് അതിനെ പറ്റി ഒന്നും ചോദിക്കരുത്. ചിലപ്പോ ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കണം മുഖത്തിന് വികൃതം. വായിക്കാത്തതൊക്കെ കേൾക്കും. അവസാനം തന്നെ ഇവിടെ പകുതി കാണത്തില്ല. ഇത് നമ്മുടെ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ചെങ്കാരൻ എന്നാലും കണ്ണാടി വേണ്ടത് പറഞ്ഞ ടാസ്ക് പോലെയായി. പക്ഷെ തേക്കുമ്പോ എല്ലാം തേക്കുന്നുണ്ട്. പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. പൗഡർ നീ പറയരുതല്ലോ. ദൈവമേ ഞാൻ എനിക്ക് കാണത്തില്ല. ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് കൺവെൻഷൻ. ഇനിയിപ്പോ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. കണ്ണെവിടെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഇവളെ കൊണ്ട് എന്നെ കണ്ണടിച്ചു പോകുമ്പേ ദൈവമേ. അടങ്ങിയിരിക്കേ ചെയ്തോളാ കറക്റ്റ് അല്ലേ? പിന്നെ കുറഞ്ഞു
ഞാൻ ശരിക്കല്ല ചെയ്യാൻ ഇത്ര ഇപ്പഴത്തെ കോമഡി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് ഇത് നമുക്ക് വേണ്ട, ശരിയാവൂല. ഇതിൽ ഐബ്രോ ഉണ്ടല്ലോ. ആ ഇത് നമ്മള് ഐബ്രോ കട്ടി വരെ ഐബ്രോസ് ഓൾറെഡി ഞാൻ ശരിയായിട്ട് വെട്ടിയിട്ടൊക്കെ ഉണ്ട്. നീ ഐബ്രോസ് എപ്പോഴും നല്ല തിക്കായിരിക്കും. പിന്നെ ഭയങ്കര തിക്കായിരിക്കും. ഇവള് ഭൂതസമാനാക്കും, ഡ്രാക്കുളയുടെ കെട്ടിയവളാക്കും. ഏകദേശം ഒന്നായിട്ടുണ്ട്. നിന്റെ പുരുകൾ തപ്പി പിടിക്കട്ടെ. എവിടെയാണോ അവിടെ ഇനി പിരിവിരിക്കുന്നത്. ബ്രഷ് തരാമോ? ചീവണോ? അതിനുണ്ടോ അതിന്റെ? അപ്പൊ ഞാൻ തന്നെ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം ഇനിയും കൂടുതൽ ഇനിയും വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്നെ നാണം കെടുത്ത ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അതുപോലെ മറ്റേ ആനക്കൊണ്ടയുടെ അടി പെട്ട് കഴിഞ്ഞാൽ ഉള്ള ഈ ഞെരുക്കില്ലേ, അതുപോലെയാണ് ഞാൻ. ലിപ്സ്റ്റിക്കിന് മുന്നേ ലിപ് ലൈനർ യൂസ് ചെയ്യണം. അപ്പൊ ലിപ് ലൈനറൊക്കെ ഭയങ്കര ടാസ്ക് ആണ്. നീ തൊട്ടിട്ടില്ലല്ലോ. മൊന കുറവാന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കാര്യം പറയാനില്ല ആരോടും. അത് ഞാൻ അവരോട് പറഞ്ഞു. ലിപ്സ്റ്റിക് എഴുതണം. ലാസ്റ്റ് ഇത് മറ്റേ കൺവെൻഷനൊക്കെ എടുത്ത് ലിപ്സ്റ്റിക്കാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിന്നെ ഈ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അറിയാറുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ട് വരുന്നു. ഒരു വട്ടം കൂടെ ഇവിടെ വരയ്ക്കേണ്ടി അപ്പൊ ബാക്കി അടിയിലും കൂടെ വരയ്ക്കാണ്ടായിരുന്നു. എനിക്ക് ഇനി വരയ്ക്കാൻ വായിക്കാത്തോട്ട് വെച്ചൊക്കെ കേട്ടാലോ. സത്യം പറയും ഉള്ളടി പെടാതിരിക്കുന്നത് നല്ലത്. ഒരു കിലോ ലിപ്സ്റ്റിക്ക് കൂടുതലുണ്ടോ? വേണ്ട, വൈകിട്ട് ചാലഞ്ചല്ലേ നിന്റെ അമ്മ. അപ്പൊ മുടിയിട്ടുണ്ടോ? പിന്നെ നിക്ക് പൊട്ടാട്ടില്ല. അയ്യോ അതിനെ അവിടെ കൊണ്ടുവന്നത് സൂപ്പർ. അയ്യോ എനിക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി. ഈശ്വര കണ്ണ് കിട്ടാതിരിക്കട്ടെ. മറന്നൊക്കെ വേണം തൊട്ടേക്കാം. ലാസ്റ്റ് തോന്നി. അയ്യോ അതിൻ്റെ കൂടെ ആവശ്യം തോന്നും. അതെ എന്നാലും ഞാൻ നടുക്ക് വേണം. അയ്യോ സൂപ്പർ. അത് മതി. കാറ്റടക്കാത്ത മറ്റേ കൊച്ചില്ലേ, അത് മാറ്റില്ല. ഇപ്പൊ ആർട്ടിസ്റ്റ് ആയിരുന്നു. തിരിഞ്ഞിരിക്കട്ടെ മോളെ. അയ്യോ മുടി ഞാൻ പിന്നെ എനിക്ക് കണ്ടില്ലെങ്കിലും നമ്മള് അതെ ഭയങ്കര ഇവിളി പിടിക്കുന്ന. അയ്യോ എന്റെ മുഖമേ എന്തുവാ ഇത്? എന്നെ പിടിച്ചടയില്ല ഞാൻ വെച്ചോണ്ടിരുന്നു. അല്ല വേണ്ട മുടി കെട്ടണ്ട. അല്ല നീ ഇനിയിപ്പൊ കെട്ടിട്ട് പോയാ മതി. എന്ത് കെട്ടിട്ട് പോയാ മതി. നീ എങ്ങനെയൊക്കെ പിടിച്ച് കെട്ട്. സൂപ്പറായിട്ട് കെട്ടി തന്നെ. ബുഷില്ലല്ലോ. ബുഷ് വേണോ നിനക്ക്? വേണോ? അല്ലേ വേണ്ട ക്ലിപ്പ് മതി. ആ ക്ലിപ്പാണ് നീ കൂടുതൽ കെട്ടൊക്കെ കെട്ടണം. സൂപ്പർ. അയ്യോ ഇത് നീ മേക്കപ്പ് ചെയ്ത സുന്ദരിയാ. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നീ
എനിക്ക് ഇവളുടെ മനോഹരമായ ഈ ഒരു മേക്കപ്പ് ബാഹുബലിയിലെ നമ്മുടെ അനുഷ്കയില്ല അതുപോലെ നിന്ന് ദേവതയായിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ കണ്ടെന്നായിട്ട് ഞാൻ പറയട്ടെ ഗൈസ്, ഈ കണ്ണ് അടച്ചിട്ട് മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് ഈ കണ്ണ് അടഞ്ഞിട്ട് ഒരുമാതിരി ഇരുട്ട് ലോകത്തിരിക്കുന്ന പോലെ, എന്നിട്ട് ഇവിടെ കണ്ണ് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കണം, ഭയങ്കര ടാസ്ക് ആണ്. പക്ഷെ ഞാൻ നല്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് നോക്കട്ടെ, ഇത്രയൊക്കെ ആയില്ലേ, നീ കണ്ടേക്കാം എന്ന സംഭവം ഒന്ന് നോക്കട്ടെ. തുറ കണ്ണാണെങ്കിൽ പൊന്നിട്ട് വരിക. ഇപ്പൊ തുറക്കല്ലേ, ഞാൻ ഒന്ന് പറയാവേ. കണ്ണടച്ചു വെച്ചോ, കണ്ണു തുറന്നു. മേക്കപ്പ് അവള് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് അവള് തന്നെ ചിരിക്കാനും അവര് സൂം ചെയ്തടിയാണ് കേട്ടോ. താനി ജോക്കർ നോക്കിയ അവള് അതിന്റെ മറ്റു പൗഡറിനേക്കാളും കൂടുതൽ തേച്ചിട്ട് ഇന്ന് കരിയും അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ ഒറിജിനൽ ആയിട്ട് ചെയ്തായിരിക്കുള്ളൂ. അപ്പൊ പക്ഷെ സത്യമായിട്ട് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലേ, ഇവിടെ കറക്റ്റ് ജോബൊക്കെ ഉള്ളു. കണ്ണ് കിട്ടാതിരിക്കുക എന്തെങ്കിലും ചെയ്യണി. കണ്ണ് അപ്പൊ എന്തായാലും ഗായ്സ്, ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഈ പൊടത്തിൽ ഇത്ര സൈറ്റിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുഞ്ചുവിന്റെ സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടല്ലോ. സീൽ കുത്തിയിട്ടുണ്ട് അവളുടെ മുഖത്ത്. എന്താണ് ഇത് ചോദിച്ചല്ലേ, എന്താണ് ഇവിടെ. അപ്പൊ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല ചെൽച്ചസ് കാര്യമായിട്ട് ഞങ്ങൾ വീട്ടിൽ വരുന്നതായിരിക്കും. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടല്ലോ. ഇത്ര മനോഹരമായ എന്റെ മകൻ കണ്ടിട്ട് നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യരുത് കേട്ടല്ലോ. കണ്ടിരിക്കും അപ്പൊ ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമന്റ് ചെയ്യണം. ബിജെപി മുഖ്യം എന്ന് പറഞ്ഞാല് കമന്റ് മുഖ്യം. പിന്നെ അതുവാ ഇവളുടെ ഇനിയും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങള് വീട് തിരിച്ച്. ഓ അവള് പല്ലുകൂടെ തേപ്പിച്ചായിരുന്നു, ഇനി കുളിപ്പിക്കുക കൂടെ ചെയ്യായിരുന്നു. എന്നല്ലേ ചലത്തിരിക്കും ഇഷ്ടപ്പെട്ടു, നേരിട്ട് പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായാലും നെക്സ്റ്റ് പൊട്ട് കുത്തിരിക്കുന്ന നിങ്ങൾ വേറെ വരാം. അതുവരേക്കും ആടി ഇനി ഇത്